നമസ്കാരം. കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പാശണം. ഇന്നലെ ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ ഉണ്ടായിരുന്നത് ഒരു കാലുമ്പോൾ ഒരു കാലി കയറ്റി വെച്ചിരിക്കുന്ന പൊന്നുണ്ണി കൃഷ്ണനായിട്ട്, വെണ്ണയും ഓടക്കുഴലും ഒക്കെ പിടിച്ചിരിക്കുന്ന ഉണ്ണികൃഷ്ണനായിട്ടെന്നാണ്. പക്ഷെ ഞാൻ തൊഴാൻ ചെന്ന സമയത്ത് ഏതാണ്ട് 5 മണിക്ക് ശേഷം, വൈകിട്ട് 5 മണിക്ക് ശേഷം ഞാൻ തൊഴുത സമയത്ത് ഇരിക്കുകയായിരുന്നില്ല ഭഗവാൻ, നിൽക്കുകയായിരുന്നു കേട്ടോ. ഞാൻ കാണുന്ന സമയത്ത് മേൽശാന്തി ഭഗവാന്റെ പാദത്തിൽ ഇങ്ങനെ തൊടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ചിലപ്പോൾ ആ ഭാഗത്തെ ചന്ദനം ഇങ്ങനെ ഒന്ന് അടർന്നു മാറിയപ്പോൾ അദ്ദേഹം ആ നിൽക്കുന്ന രൂപത്തിലേക്ക് മാറ്റിയതാണോ ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ കാണുമ്പോൾ ഭഗവാൻ കാലി പിണച്ച് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനെന്റെ തോന്നലാണോ എന്ന് പറയില്ല കേട്ടോ. അതല്ലെങ്കിൽ ചിലപ്പോൾ ആ ഉണ്ണികൃഷ്ണൻ ഇരുന്ന് ഇങ്ങനെ വെണ്ണയും മോടക്കലൊക്കെ പിടിച്ച് എല്ലാവരെയും നോക്കിയിരിക്കുമ്പോൾ ആ വരിയുടെ ഏറ്റവും അവസാനം കടന്നു വരുന്ന ആളെ കാണാനില്ലല്ലോ എന്ന് കരുതി എഴുന്നേറ്റ് നിന്നതാണോ ചോദിച്ചാൽ അങ്ങനെ അറിയില്ല. അങ്ങനെയും ആവാലോ. അപ്പൊ എന്തായാലും ഉണ്ണികൃഷ്ണൻ ഇന്നലെ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് മത്സ്യമൂർത്തിയായിട്ടാണ് ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലകത്തുള്ളത്. അപ്പൊ മത്സ്യമൂർത്തിക്ക് അനേക കോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണ പാദമനിശം ഹൃദി ഭാവയാമി എന്ന് ഞാൻ കുറച്ച് സ്ലോ ആക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തുടക്കത്തിൽ ഞാൻ വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്നു. ഇത്രയും ഫാസ്റ്റ് ആയപ്പോൾ എന്തോ പോലെ തോന്നുന്നു എന്ന് 2-3 കമന്റ് ഞാൻ കണ്ടിരുന്നു കേട്ടോ. പൊതുവേ തൃശ്ശൂർ ജില്ലയിലുള്ള ആളുകളുടെ സംസാര ശൈലി വളരെ സ്പീഡ് കൂടിയതാണ്. അല്ലെ, എനിക്ക് കുറച്ചധികം സ്പീഡ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. ശ്രദ്ധിക്കാട്ടോ. അപ്പൊ ആദ്യത്തെ ചോദ്യം നോക്കാം. സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതിനെ പറ്റി പറഞ്ഞു തരുമോ എന്നാണ് സനാതനം എന്ന ഐഡിയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ മുഴുവനായിട്ടും ചൊല്ലണം. 1 മുതൽ 107 ശ്ലോകങ്ങളാണ് ഉള്ളത്. ഈ 107 ശ്ലോകങ്ങൾ ഒരുമിച്ചാണ് ചൊല്ലാറുള്ളത്. ഇത് ശുദ്ധം നോക്കി തന്നെ വേണം ചൊല്ലാൻ എന്നും ഞാൻ കേട്ടിട്ടുണ്ട്. സഹസ്രനാമാവലിയായിട്ടും ചൊല്ലാറുണ്ട്, സഹസ്രനാമങ്ങളായിട്ടും ചൊല്ലാറുണ്ട്. അതായത് ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാകാരം ഗഗന സദൃശം മേഘവർണം ശുഭാംഗം, അങ്ങനെ ഒന്നിച്ച് ചൊല്ലുന്നവരുണ്ട്. അതായത് ഭൂതഭവ്യ ഭവത് പ്രഭു, അങ്ങനെ ആ ഒരു ഒറ്റ ലൈനിൽ ചൊല്ലുന്നവരുണ്ട്. അല്ലാതെ എന്താ പറയാ, ഓരോ ഇതിന്റെ കൂടെയും നമ ചേർത്ത് അങ്ങനെ ചൊല്ലുന്നവരും ഉണ്ട് കേട്ടോ. ഇനി ഇത് എവിടം തൊട്ടാ ചൊല്ലേണ്ടതെന്ന് ചോദിച്ചാൽ ശാന്താകാരം തൊട്ടിട്ടാണ് ചൊല്ലാറുള്ളത്. അവിടം തൊട്ട് അവസാനം ആത്മയോനി സ്വയം ജാതോ ആ ലൈൻ വരെയാണ് ചൊല്ലാറുള്ളത്. ഇത് പല ആളുകളും പല രീതിയിലും ചൊല്ലാറുണ്ട്. അതായത് ഭീഷ്മസ്തുതി എന്ന രീതിയിലാണ് ഈ സഹസ്രനാമം വരുന്നത്. ഇത് തുടക്കം മുതൽ ചൊല്ലണോ അല്ലെങ്കിൽ ഇന്ന ഭാഗം വരെ ചൊല്ലണോ, അതിൻ്റെ അനുബന്ധം ചൊല്ലണോ എന്നൊക്കെ ചോദിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. ഇവിടം തൊട്ടാണ് ചൊല്ലാറുള്ളത്. ശാന്താകാരം തുടങ്ങിയിട്ട് ആത്മയോനി വരെയാണ് ഞാൻ ചൊല്ലാറുള്ളത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചൊല്ലുമ്പോൾ അങ്ങനെയാണ് ചൊല്ലാറുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് തന്നെ ഫോളോ ചെയ്യുന്നത് കേട്ടോ. അതല്ലാതെ വേറെ രീതിയിൽ ചൊല്ലുന്നവരാണെങ്കിൽ അങ്ങനെ ചൊല്ലുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി വേറെ എന്തെങ്കിലും ആണോ എന്നോട് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്, അതിൻ്റെ അർത്ഥം പറയുമെന്നൊക്കെ ആണോ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ചൊല്ലുന്ന രീതി വരുന്നത് കേട്ടോ. അടുത്തതായിട്ട് എനിക്കെതിരെ ഒരു ആരോപണമാണ്. ജീജ എന്ന ഭക്തയാണ് അറിയുന്നവരെ മാത്രമാണോ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നത് എന്നാണ്. അറിയുന്നവരെ എന്തിനാ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നത്? അറിയാത്തവരല്ലേ ആഡ് ചെയ്യുന്നത്. അറിയുന്നവർ നമ്മളെപ്പോഴും കൂടെ ഉണ്ടാവുന്നവരല്ലേ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഗ്രൂപ്പിൽ ഞാൻ വാട്സപ്പ് നോക്കുന്നില്ല. എനിക്ക് വാട്സപ്പ് നമ്പർ ഇല്ല എന്ന് വിചാരിച്ചോളൂ. വാട്സപ്പ് ഞാൻ നോക്കുന്നില്ല. എനിക്ക് അതിനും കൂടി ഉള്ള സമയം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് വാട്സപ്പ് ഞാൻ നോക്കുന്നില്ല. ഗ്രൂപ്പിലെ മെസ്സേജസ് ഫോർവേഡ് ചെയ്യുന്നത് ഏട്ടനാണ് കേട്ടോ. മനുവേട്ടനാണ്, എൻ്റെ ഹസ്ബൻഡാണ് ഫോർവേഡ് ചെയ്യാറുള്ളത്. ഗ്രൂപ്പിൽ ആഡ് ചെയ്യാനുള്ള മെസ്സേജ് എനിക്ക് അയക്കുന്നവർക്ക് ഞാൻ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കാറുണ്ട്. ഇപ്പം നിലവിൽ നമുക്ക് 5 ഗ്രൂപ്പുകളാണുള്ളത്. അതിൽ തന്നെ 2ാമത്തെ ഗ്രൂപ്പിൽ ഫില്ലായിട്ടില്ല. ഒരു 10 പേർക്കും കൂടിയുള്ള ഇതുണ്ടായിരിക്കും, സ്ലോട്ട് ഉണ്ടായിരിക്കുന്നേ ഉള്ളൂ. ബാക്കി എല്ലാതും ഫില്ലായിട്ടുണ്ട്. 6ാമതൊരു ഗ്രൂപ്പ് തുടങ്ങുന്നതിനെ പറ്റി ഞാൻ ആലോചിച്ചിട്ടില്ല. കാരണം അധികം എൻക്വയറീസ് ഇല്ലാത്ത കാരണം ഞാൻ 6ാമത്തെ ഗ്രൂപ്പ് തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല കേട്ടോ. ഇനി എങ്ങനെയാണ് ഗ്രൂപ്പിൽ ചേരേണ്ടത് വെച്ചാൽ താഴെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പം നിങ്ങളതിൽ ആഡ് ചെയ്തോളൂ. അടുത്തതായിട്ട് രാധാമണി എന്ന ഭക്തയാണ് പറയുന്നത്. ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഗുരുവായൂരപ്പൻ എൻ്റെ പ്രാർത്ഥന കേൾക്കാറില്ല, എന്തുകൊണ്ടാണ് എന്നൊന്ന് പറയാമോ എന്ന്. എത്ര കാലമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്?
നോക്കൂ, നാമം ചൊല്ലുന്നതിന് ഒരു കണക്കും വെക്കാനില്ല. ഇത്ര വർഷം നാമം ചൊല്ലണം എന്നുള്ളതിനെ കുറിച്ചും ഒരു കണക്കും വെക്കാനില്ല. നമ്മളെ അതാത് സമയത്ത് ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി കേട്ടിട്ടുള്ള ഒരു അനുഭവ കഥയാണ് പറയുന്നത്. ഗുരുവായൂർ ഒരു അമ്മയുണ്ട്. ആ അമ്മ രാപ്പകലില്ലാതെ ഭഗവാനെ സ്തുതിക്കുന്ന അമ്മയാണ്. ഭാഗവതം കൊണ്ട്, നാരായണീയം കൊണ്ട്, രാമായണം കൊണ്ട്, ഹരേ രാമ മന്ത്രം കൊണ്ട്, ഇന്നതുകൊണ്ട് എന്നില്ല അവരുടെ സ്തുതി. അത്രയും ഭഗവാനെ സ്തുതിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ലേശം ഹെൽത്ത് ഇഷ്യൂസ് വന്നിരിക്കുകയാണ്. ഏതാണ്ട് 69 വയസ്സ് പ്രായമുണ്ട്. ചെറിയ ചെറിയ ചില ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ആ അമ്മയ്ക്ക്. ആ അമ്മയുടെ ജാതക പ്രകാരം ജനിച്ചു മരിക്കുന്നത് വരെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അധികം ആയുസില്ല, 40കളിൽ മരിച്ചു പോവേണ്ട ആളാണ്. മൂന്നാമത്തെ കാര്യം, ദാരിദ്ര്യ ദുഃഖം മാറുന്ന സമയം വരുന്നേ ഇല്ല. ജാതക പ്രകാരമുള്ള ഒരു കാര്യം കേട്ടോ ഞാൻ പറയണേ. അപ്പോൾ ദുരിതം മാത്രം അനുഭവിക്കാനായിട്ട് പിറന്ന ഒരു ജന്മമാണ് ആ അമ്മയുടെ ജാതക പ്രകാരം ആ അമ്മ. എന്തെങ്കിലും മുജ്ജന്മ പാപങ്ങൾ കൊണ്ടായിരിക്കാം അല്ലേ അങ്ങനെ. പക്ഷെ 69 വയസ്സ് വരെയും ആയുസ്സുണ്ട് എന്ന് മാത്രമല്ല, ഇതുവരെ ആരോഗ്യപൂർണം ജീവിച്ചു. അതുമാത്രമല്ല, വിദേശ യാത്രകളടക്കം അനേകം യാത്രകളും ചെയ്തിട്ടുണ്ട് ആ അമ്മ. അപ്പോൾ യാത്രകൾ ചെയ്യലൊന്നും പോയിട്ട് സാധാരണ ഒരു ജീവിതം നയിക്കാനുള്ള ഒരു ആരോഗ്യം പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. ദിവസേന കുളിച്ച് അമ്പലത്തിൽ പോയി യാത്രകളൊക്കെ ചെയ്ത് ഭാഗവത സപ്താഹങ്ങളൊക്കെ നടത്തി അങ്ങനെ ജീവിച്ചിരുന്നത്. ഇപ്പോൾ 69ാമത്തെ വയസ്സിലാണ് ചെറുതായിട്ടൊന്ന് ഹെൽത്ത് ഇഷ്യൂസ് വന്നത്. ഇതൊക്കെ എന്തുകൊണ്ടാണെന്നറിയോ? ഭഗവാനെ ഭജിക്കുന്നത് കൊണ്ട് മാത്രമാണ്. പക്ഷെ ആ അമ്മയുടെ ജീവിതത്തിൽ ഭയങ്കര റിച്ച് ആണെന്നോ ഒരുപാട് ഉയർച്ച ഉണ്ടെന്നോ ഒന്നും ഞാൻ പറയണില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചു, എനിക്ക് സുഖമായിട്ടില്ല എന്ന് ഏതെങ്കിലും നിമിഷം ആ അമ്മയ്ക്ക് തോന്നിയാൽ എനിക്കൊന്നും പറയാനില്ല. പക്ഷെ നമുക്ക് അനുഭവിക്കാനുള്ള എല്ലാ കർമ്മ എന്താ പറയാ ഫലത്തിനെയും ലഘൂകരിക്കലായിരിക്കാം ഒരു പക്ഷെ നമ്മുടെ ഈ ജന്മം കൊണ്ട് ഗുരുവായൂരപ്പന് ചെയ്തു തരാൻ സാധിക്കുള്ളൂ. ഭഗവാനെ കൊണ്ട് സാധിക്കാത്തതുകൊണ്ടല്ല, നമ്മുടെ കർമ്മഫലം അത്രയും മോശമാണ് എന്നുള്ളതുകൊണ്ട്, നമ്മൾ ചെയ്തു വെച്ച കർമ്മം അത്രയും മോശമാണ്. അപ്പം നമുക്കതിൻ്റെ തിക്താനുഭവങ്ങളെല്ലാം അനുഭവിച്ച് തീർക്കണം എന്നുള്ളത് നിയമമാണ്. അപ്പം അതെങ്ങനെ കുറച്ചെടുക്കാം എന്നുള്ളതാണ് ഭഗവാൻ ആലോചിക്കുക. ഭഗവാനെ നമ്മൾ ആശ്രയിക്കുമ്പോൾ ഇവൻ ഇപ്പോൾ ഈ നിമിഷം കണ്ണടിച്ചു പോകേണ്ട സമയമാണ്. ആ കണ്ണിൽ കൊള്ളാനുള്ളതെല്ലാം അവൻ്റെ പുരുകത്തിൽ കൊള്ളട്ടെ. പുരുകം എന്താ വേദനിക്കാത്ത ഭാഗമാണോ? ഇല്ല. നമുക്ക് എന്തായാലും നല്ലോണം വേദന അനുഭവപ്പെടും. ഈ കണ്ണ് പോകുന്നതിനേക്കാളും നല്ലതാണ് പുരുകം പോയാൽ, അല്ലേ? അപ്പോൾ അത്രേ ഉള്ളൂ. ഗുരുവായൂരപ്പനെ വിളിക്കും തോറും നമുക്കതിനെ ലഘൂകരിച്ച് തരും ഗുരുവായൂരപ്പൻ. അതല്ലാതെ നേരെയാക്കി തരണമെങ്കിൽ നമുക്ക് അത്രയും കർമ്മശുദ്ധി ഉണ്ടായിരിക്കണം. അപ്പം എന്ത് മോശം അനുഭവം വന്നാലും ഓർത്തോളൂ, നമ്മൾ ചെയ്തു വെച്ചതിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അത് അനുഭവിച്ചേ തീരൂ. അതിൻ്റെ ആ ഒരു വ്യാപ്തി കുറയ്ക്കാനാണ് നമ്മൾ നാമം ജപിക്കുന്നത്. ഇനി ഒരിക്കലും അങ്ങനെ മോശം പ്രവർത്തികൾ ചെയ്യാതിരിക്കാൻ കൂടി വേണ്ടിയാണ് നമ്മൾ ഈ ഒരു നാമം ജപിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിശ്വസിക്കാൻ ശ്രമിക്കൂ കേട്ടോ. പിന്നെ ഗുരുവായൂരപ്പനെ വിളിച്ചാൽ പ്രാർത്ഥന കേൾക്കില്ല എന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. ഗുരുവായൂരപ്പൻ നമ്മളുടെ ഓരോ പ്രാർത്ഥനകളും കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് അത് തരണം എന്നുള്ളത് ഭഗവാൻ അത്രയധികം വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ യോഗ്യത, അത് നമുക്ക് കിട്ടാനുള്ള ഒരു യോഗ്യത ഉണ്ടല്ലോ, അത് എപ്പോഴാണ് ആവുക എന്നുള്ളത് മാത്രമേ നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ കാത്തിരിക്കൂ, തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവുക തന്നെ ചെയ്യൂ കേട്ടോ. അടുത്തതായിട്ട് സന്ധ്യാശരത്ത് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, വിശ്വരൂപം കേട്ടാൻ നേരത്തെ ബുക്ക് ചെയ്യണോ? 12 നമസ്കാരം 17 ദിവസം ചെയ്ത് ഭഗവാനോട് പ്രാർത്ഥിച്ച ഹസ്ബൻഡിൻ്റെ ജോലി ശരിയായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു കാര്യമായിട്ട് കണക്കാക്കുന്നു അല്ലേ ഗുരുവായൂരപ്പൻ്റെ. കണ്ടോ, ഒരു ഭക്ത അതപ്പോൾ എന്നെ വിളിച്ചിട്ട് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. ഉടനെ അടുത്ത ഭക്ത പറഞ്ഞത് 12 നമസ്കാരം വെറും 17 ദിവസം ചെയ്തപ്പോഴേക്കും ജോലി ശരിയായി എന്നാണ്. അപ്പൊ ഇത് രണ്ടും കേൾപ്പിക്കുന്നത് ഗുരുവായൂരപ്പൻ തന്നെയാണ് അല്ലെ. വിശ്വരൂപം കെട്ടിക്കാൻ നേരത്തെ ബുക്ക് ചെയ്യണോ എന്ന് ചോദിച്ചാൽ നേരത്തെ ബുക്ക് ചെയ്യണം. അത് ബുക്ക് ചെയ്യേണ്ട പ്രൊസീജിയർ എങ്ങനെയാണെങ്കിൽ, നമ്മുടെ ഇവിടെ ഗണപതി അമ്പലം ഉണ്ടല്ലോ, അത്തിമര ഗണപതി എന്നും കാര്യാലയ ഗണപതി എന്നൊക്കെ അറിയണ ഗണപതി ക്ഷേത്രം അറിയാലോ. അവിടെയാണ് കൃഷ്ണനാട്ടം കലാകാരന്മാരുടെ ഓഫീസ് വരുന്നത്. ആ ഓഫീസിൽ പോയിട്ട് ആശാനുണ്ട്, കളരി ആശാനുണ്ട്, അതായത് കൃഷ്ണനാട്ടത്തിൻ്റെ ആശാനുണ്ട്. ആശാന്റെ അടുത്ത് നമ്മൾ വേഷം കെട്ടിക്കാൻ ഉദ്ദേശിക്കുന്ന ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസമോ രാവിലെ നേരത്തെ ചെന്നിട്ട് ആശാന്റെ അടുത്ത് പറയാം വേഷം കെട്ടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അപ്പോൾ പ്രായവും പേരും നാളും ഒക്കെ ആശാൻ ചോദിക്കും.
അതിനനുസരിച്ച് ആശാൻ അവിടെ നിന്ന് ഒരു ലെറ്റർ എഴുതി തരണം നമുക്ക്, വിശ്വരൂപം കെട്ടിക്കാൻ സാധ്യമാണ് എന്ന്. ആശാനാണ് നിശ്ചയിക്കുന്നത് എത്ര പേര് ലീവ് ഉണ്ടെന്നും എത്ര പേര് വേഷവിധാനങ്ങൾ ചെയ്യാൻ അവിടെ ഉണ്ടാവും എന്നുള്ള അവൈലബിലിറ്റി ഉണ്ടാവും എന്നുള്ളതൊക്കെ അദ്ദേഹത്തിനല്ലേ അറിയാം. അപ്പൊ അദ്ദേഹം അവിടെ നിന്ന് ഒരു ലെറ്റർ നമുക്ക് തരും. ആ ലെറ്റർ കൊണ്ടുപോയിട്ട് നമ്മൾ ഷീട്ടാക്കേണ്ട ഷീട്ട് കൗണ്ടറിൽ കൊടുത്താൽ അവരവിടുന്ന് 1000 രൂപയ്ക്ക് ഷീട്ട് അടിച്ചു തരികയാണ് ചെയ്യാം. ഈ ഷീട്ടും കൊണ്ട് ഉച്ചപൂജയ്ക്ക് ശേഷം ക്ഷേത്രത്തിനകത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ കലാകാരന്മാരുണ്ടാവും, അവരാണ് നമ്മളെ വേഷം കെട്ടിക്കുക. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, പെൺകുട്ടികൾക്ക് 10 വയസ്സ് വരെ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് കരുതി 5 വയസ്സിലും 4 വയസ്സിലും ഒന്നും ഒരിക്കലും നിങ്ങൾ കൊണ്ടുപോകരുത്. കാരണം ഈ കൃഷ്ണനാട്ടം കളിയുടെ കിരീടം തലയിൽ വെക്കുന്ന, കൃഷ്ണമുടി എന്നറിയപ്പെടുന്ന കിരീടം തലയിൽ വെക്കുമ്പോൾ അതിന് ചെറിയൊരു ഭാരമുണ്ട്. ലൈറ്റ് വെയിറ്റ് ആണ് എന്ന് പറഞ്ഞാലും അതിൽ ഭാരമുണ്ട്. ഈ ഭാരം ഈ കുട്ടിക്ക് താങ്ങാവുന്നതാവണം, അല്ലെങ്കിൽ ആ കുട്ടിയുടെ കഴുത്ത് ഇങ്ങനെ ചെരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഭാരം താങ്ങാൻ പറ്റാത്തവർക്ക് അത് കൊടുക്കാറില്ല കേട്ടോ. അതായത് പ്രായമായിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വരൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ 9 വയസ്സായിട്ട് കൊണ്ടു ചെന്നാൽ മതി എന്ന് ഇത്തവണ ആശാൻ എന്നോട് പ്രത്യേകം പറഞ്ഞു. അങ്ങനെ തന്നെ പറയൂ ചാനലിൽ, കാരണം ചെറിയ കുട്ടികളെയും കൊണ്ടിട്ടാണ് വരുന്നത്. കുറച്ചുകൂടി പ്രായമാവാനുണ്ട്, ആ പ്രായമായിട്ട് മാത്രമേ അവരെ അങ്ങനെ കെട്ടിക്കാൻ പറ്റുള്ളൂ പറഞ്ഞു. അടുത്തതായിട്ട് കുറേ ചോദ്യങ്ങളുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ ഓർഡറൊക്കെ തെറ്റിപ്പോയ ദിവസമാണ് കേട്ടോ. നോക്കിയിട്ട് പറയാം. സവിത പറഞ്ഞല്ലോ ഭഗവാന്റെ മുമ്പിൽ എന്ത് വേണമെങ്കിലും ലിസ്റ്റ് എഴുതി കൊണ്ടുപോയിക്കോളൂ എന്ന്. പക്ഷെ ചിലർ പറയും അങ്ങനെ ഭഗവാനോട് ഒന്നും ചോദിക്കരുതെന്ന്. ഇതിന്റെ മറുപടി ഒന്ന് പറയൂ എന്ന്. ആരാ പറഞ്ഞ ചോദിക്കാൻ പാടില്ല എന്ന്? നമ്മുടെ ഉണ്ണികൃഷ്ണനോട് എന്തും ചോദിക്കാം. ഉണ്ണികൃഷ്ണന്റെ കയ്യിലാണ് എല്ലാം ഉള്ളത്. ഉണ്ണികൃഷ്ണനാണ് എല്ലാം ചെയ്തു തരാൻ സാധിക്കുന്നതും. അങ്ങനെയുള്ള ഉണ്ണികൃഷ്ണനോടല്ലാതെ ആരോടാ നമ്മൾ ചോദിക്കുക? അപ്പോൾ കുറച്ച് ഉയർന്ന, അതായത് ആത്മീയമായ ചിന്തകൾ വളരെയധികം ഉയർന്നു നിൽക്കുന്ന ഒരു സന്യാസിയുടെ മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾക്കാണെങ്കിൽ ഒന്നും ആവശ്യപ്പെടേണ്ടതില്ല. പക്ഷെ നമ്മൾ സാധാരണക്കാരല്ലേ, നമ്മൾ സാധാരണ ഗൃഹസ്ഥാശ്രമികളാണ്. നമുക്ക് എന്താ പറയുക, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാം ആവശ്യമാണ്, ഒന്നും ആവശ്യമില്ലാത്തതില്ല. ഈ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരാൻ നമ്മുടെ കൂടെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ തന്നെയാണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ഒരു മടിയും വിചാരിക്കേണ്ട, എല്ലാം ഗുരുവായൂരപ്പനോട്, മഹാലക്ഷ്മി വല്ലഭനായ ഭഗവാനോട് തന്നെയാണ് ചോദിക്കേണ്ടത്. ധനം മാത്രമൊന്നുമല്ല കേട്ടോ, എൻ്റെ കുട്ടി പഠിച്ചിട്ട് പാസ്സാവണം, ഇതൊരു ആഗ്രഹമാണ് ഒരു അമ്മയുടെ. അപ്പൊ അത് അമ്മ ആരോടാ പറയേണ്ടത്? പഠിച്ചതൊക്കെ ഓർമ്മ വരണം, പഠിച്ചത് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവണം, ക്വസ്റ്റ്യൻസ് ആയിട്ട് ഉണ്ടാവണം, ആൻസർ ഷീറ്റിൽ എഴുതണം, കുട്ടി പരിഭ്രമിക്കരുത്. ഇതൊക്കെ ആരോടാ പറയാ? ഭഗവാനോടല്ലാണ്ട് ആരോടും പറയാൻ പറ്റില്ല. അപ്പോൾ എന്താഗ്രഹം തന്നെ ആയാലും അത് നമ്മുടെ ഉണ്ണികൃഷ്ണനോട് തുറന്നു പറഞ്ഞോളൂ, യാതൊരു കുഴപ്പമില്ല. ആഗ്രഹം പറഞ്ഞവനെ മാറ്റി നിർത്തി ആഗ്രഹമില്ലാത്തവനെ കണക്കാക്കുക, അങ്ങനെ ഒരു സമ്പ്രദായമൊന്നും ഉണ്ണികൃഷ്ണനില്ല. സകാമ ഭക്തിയും നിഷ്കാമ ഭക്തിയും എന്ന് പറയും. സകാമ ഭക്തി എന്ന് പറഞ്ഞാൽ ആവശ്യത്തോടു കൂടിയുള്ള ഭഗവാനോടുള്ള സമീപനം. നിഷ്കാമ ഭക്തി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും വേണ്ട, എൻ്റെ ഉണ്ണികൃഷ്ണൻ മാത്രം മതി. അങ്ങനെ ചിന്തിക്കാൻ നമ്മളിൽ എത്ര പേർക്ക് പറ്റും? എനിക്ക് പറ്റില്ല കേട്ടോ, യാതൊരു സംശയവും ഇല്ല. എനിക്ക് എൻ്റെ ഉണ്ണികൃഷ്ണൻ മാത്രം മതി എന്ന് പറഞ്ഞാൽ അപ്പോഴാവും എനിക്ക് ഓർമ്മ വരിക, അല്ല ഭഗവാനെ, എൻ്റെ കുട്ടികൾക്ക് സ്കൂൾ തുറക്കാൻ പോവല്ലേ, അടുത്ത ക്ലാസ്സിലേക്ക് മാറാൻ പോവല്ലേ, അവർ കുറച്ചും കൂടിയൊക്കെ നന്നായിട്ട് പഠിക്കുന്നവരാവണം, അടുത്ത മാസമല്ലേ അവരുടെ ഡാൻസ് പ്രോഗ്രാം ഉള്ളത്, അതിൽ തെറ്റിക്കാതെ കളിക്കണം, തുടങ്ങി കുഞ്ഞു കുഞ്ഞു ആവശ്യം വരെ തൊട്ട് വലിയ 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 ആവശ്യം, ഇവരുടെ ഭാവി സുരക്ഷിതമാക്കണം, ഇവർക്ക് അനുകൂലനും അനുരൂപനുമായ പാർട്ട്ണറെ കിട്ടണം, ഇവർക്ക് നല്ല ജോലി കിട്ടണം, വരുമാനം ഉണ്ടാവണം, ഇങ്ങനെ ഇങ്ങോട്ട് തുടങ്ങും ലിസ്റ്റ് പോവാൻ ഇല്ലേ. അപ്പൊ എൻ്റെ കാര്യം കേട്ടോ ഞാൻ പറയണേ, എനിക്ക് എന്തായാലും അങ്ങനെ പറ്റുള്ളൂ. അപ്പൊ ഞാൻ സകാമ ഭക്തിയിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്. നിഷ്കാമ ഭക്തിയൊന്നും ആവാൻ എനിക്ക് പറ്റും തോന്നണില്ല, ഈ ജന്മം പറ്റും തോന്നണില്ല. ഇനിയിപ്പോ കുറച്ച് പ്രായമൊക്കെ ആയി, 10-75 വയസ്സൊക്കെ വരെ ആയുസുണ്ട് വിചാരിക്കുക, ആ പ്രായത്തിലൊക്കെ ആയാലും അപ്പൊ തോന്നും, അയ്യോ എൻ്റെ മൂത്ത മകളുടെ 2ാമത്തെ കുട്ടിക്ക് ഇന്നല്ലേ പരീക്ഷ എന്നൊക്കെ തോന്നിയാൽ എന്താ ചെയ്യാ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴും നമ്മള് സകാമഭക്തിൻ്റെ ആയിരിക്കും അല്ലേ. അപ്പോൾ സകാമഭക്തിയുള്ള ആളുകളെ ഭഗവാൻ ഒഴിവാക്കുന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ ധൈര്യപൂർവ്വം ഉണ്ണികൃഷ്ണനോട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അടുത്തതായിട്ട് RJK എന്ന ഐഡിയിൽ നിന്നാണ്. നമസ്കാരം സവിത, ഒരു സംശയം. നാലമ്പലത്തിനകത്ത് മഞ്ഞപ്പട്ടിൽ ഭക്തർ സമർപ്പിക്കുന്ന സാധനങ്ങൾ അവിടെ അമ്പലത്തിൽ ഉപയോഗിക്കുമോ അതോ കളയുമോ? പഴങ്ങൾ, പൂക്കൾ, നാമം എഴുതി സമർപ്പിക്കുന്ന പുസ്തകങ്ങൾ എക്സെട്ര അങ്ങനെ എല്ലാം
എല്ലാം ഗുരുവായൂരപ്പൻ സ്വീകരിക്കും. അതാണ് ഒന്നാമത് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്, നിങ്ങൾ സമർപ്പിക്കുന്ന മഞ്ഞപ്പട്ടിൽ കെട്ടിയ കിഴി കെട്ടിയ രൂപത്തിൽ കൊണ്ടുപോകുന്ന അവിൽ അവിടെ എടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് അനേകം ഉദ്യോഗസ്ഥന്മാർ എന്നോട് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഈ കിഴി കെട്ടി കൊണ്ടുപോകുന്ന അവില് ചിലപ്പോൾ ഒരുപാട് ദിവസത്തെ പഴക്കമുള്ളതായിരിക്കാം, പൂപ്പല് പിടിച്ചതായിരിക്കാം. ചില ഭക്തരുണ്ടല്ലോ അതിനുള്ളിൽ പണവും തിരികാറുണ്ട്. അപ്പം ഇത് മുഴുവൻ അവർ ഓപ്പൺ ചെയ്ത് ആ പൈസ എടുത്ത് മാറ്റി അവില് കേട് വന്നതാണോ നോക്കി. ഇത് വളരെയധികം ബുദ്ധിമുട്ടുള്ള പ്രൊസീജിയർ തന്നെയാണ്. കഴിവതും നിങ്ങൾ പാക്കറ്റിലാണ് അവിൽ കൊണ്ടുപോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സ്വീകരിക്കുന്നതാണ് എന്നുകൂടി ചാനലിലൂടെ പറയാൻ എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചോളൂ. കിഴി കെട്ടി കൊണ്ടുപോകുന്നതിനേക്കാളും നല്ലത് പാക്കറ്റായിട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ്. അവിടെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ പറഞ്ഞാൽ അവിടെ എല്ലാം ഉപയോഗിക്കും. കദളിപ്പഴവും നെയ്യും ഒക്കെ കുറച്ചധികം ഉപയോഗിക്കും കേട്ടോ. കദളിപ്പഴം സമർപ്പിക്കുകയാണെങ്കിലും ശ്രീലകത്തേക്ക് നേദിക്കാൻ എടുക്കാറുണ്ട്. നെയ്യാണെങ്കിൽ അവിടെ കത്തിക്കാൻ ഉപയോഗിക്കാറുണ്ട്, ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്, എല്ലാത്തിനും ഉപയോഗിക്കാറുണ്ട്. കദളിപ്പഴവും നെയ്യും സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും അവിടെ അകത്തേക്ക് എടുക്കുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട്, ഹായ് സരിത, ഞാൻ പുറത്തു പോകുമ്പോൾ നാരായണനാമം ഇന്നും വായിൽ വരാറുണ്ട്. ചിലപ്പോൾ വണ്ടിയിലായിരിക്കും, ആ സമയം കാലിൽ ചെരുപ്പുണ്ടാവും. അത് മോശമാണോ എന്ന് പറയാമോ? ഒരു മോശമില്ല, എപ്പോൾ വേണമെങ്കിലും. ഭാഗ്യം ചെയ്ത ജന്മമായതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും നാമം ജപിക്കാൻ പറ്റുന്നത്. ഭഗവാൻ കൂടി അനുഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് എപ്പോഴും നാമം ജപിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതല്ലെങ്കിൽ എപ്പോഴും നാമം ജപിക്കലൊക്കെ കണക്കാവും എന്നർത്ഥം. അടുത്തതായിട്ട്, സരിത, ഞാൻ സുധ. ഞാൻ 2-3 പ്രാവശ്യം ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു, അതിൻ്റെ റിപ്ലൈ എനിക്ക് തന്നില്ല. ഇപ്പോൾ ഒന്നുകൂടെ ചോദിക്കുന്നു, 12 നമസ്കാരം എന്നാൽ എന്താണ്? ഇത് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? ഉറപ്പായിട്ടും ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ എല്ലാ എപ്പിസോഡും കാണാതെ ഇങ്ങനെ കുറ്റം പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാട്ടോ. സവിത എടുത്തില്ല, സവിത കണ്ടില്ല, സവിത പറഞ്ഞില്ല. സവിത പറഞ്ഞിട്ടുണ്ടെന്നേ. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതും എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഉത്തരങ്ങൾക്ക് വീണ്ടും ചോദ്യങ്ങൾ വന്നാൽ ഞാൻ സ്കിപ്പ് അടിച്ച് പോകാറുണ്ട്. അവരത് കണ്ടിട്ടില്ല, പിന്നെ ഇപ്പം ഞാൻ എന്താ ചെയ്യുക എന്ന് കരുതിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഞാൻ മുൻപേ പറഞ്ഞിട്ടുള്ളതാണ്. 12 നമസ്കാരം എന്നാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്താലും മതി. മുട്ടുകുത്തി നെറ്റി മുട്ടിച്ചാണ് സ്ത്രീകൾ നമസ്കരിക്കേണ്ടത്. വിളക്ക് വയ്ക്കുന്നിടത്ത് അല്ലെങ്കിൽ പൂജാമുറിയുടെ അവിടെ മുട്ടുകുത്തി നെറ്റി മുട്ടിച്ച് നമസ്കരിച്ചോളൂ. എന്നിട്ട് എഴുന്നേറ്റ് നിന്ന് രണ്ടാമത് നമസ്കരിച്ചോളൂ. അടുത്തതായിട്ട് എന്താ പറയുക, ഇത് എന്തിനു വേണ്ടിയാ ചെയ്യണമെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. എന്തിനും നമസ്കാരപ്രിയനായിട്ടുള്ള ഉണ്ണികൃഷ്ണനെ എന്തിനും ഏതിനും നമസ്കാരത്തിലൂടെ നമുക്ക് ആശ്രയിക്കാവുന്നതാണ് കേട്ടോ. അത്രയേ ഉള്ളൂ. ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട് കേട്ടോ. സുവാസിനി എന്നാണ് തോന്നുന്നു. സുവാസിനി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, മറുപടി തരണേ. എല്ലാ മാസവും ഞാൻ ഗുരുവായൂർ തൊഴാൻ വരുന്നുണ്ട്. ഈ മാസം വരാൻ ആഗ്രഹിച്ചു നിൽക്കുമായിരുന്നു. അപ്പോഴേക്കാണ് ഹസ്ബൻഡിൻ്റെ അച്ഛന് സീരിയസ് ആയി മെഡിക്കൽ കോളേജിൽ വന്നത്. ഈ മാസം ഇനി തൊഴാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും ദോഷമാകുമോ? ഒരു മാസം മുടങ്ങിപ്പോയാലും ഒരു ദോഷവും ഇല്ല. ഒരു ദിവസം നമുക്ക് കാണാൻ സാധിച്ചാൽ അത്രയും നല്ലത്. ഈ ഒരു എന്താ പറയുക, ഡൗട്ടിന്റെ പുറത്ത് കുറേ ആൾക്കാർ വരാതിരിക്കാറുണ്ട് കേട്ടോ. അതൊക്കെ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ. അത്രയും കാലം നമുക്ക് തൊഴാൻ പറ്റിയില്ലേ, മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ അതും ഭഗവാൻ തരുന്നതല്ലേ, അത് സ്വീകരിക്കൂ. എന്നിട്ട് അതിൻ്റെ അടുത്ത മാസം വരൂ, 2 പ്രാവശ്യം വന്നോളൂ. അപ്പം അത് കഴിഞ്ഞില്ലേ. അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഉണ്ണികൃഷ്ണൻ അങ്ങനെ ഒരിക്കലും നല്ല കാര്യങ്ങൾ ചെയ്ത ഒരാൾക്ക് ദോഷം വരുത്തില്ല. അത് 100% ഉറപ്പാണ്. ഒരമ്പലത്തിൽ വന്ന് തൊഴുക, ഗുരുവായൂർ ക്ഷേത്രം എന്നൊന്നുമില്ല, ഏത് അമ്പലത്തിൽ വന്ന് തൊഴുകയാണെങ്കിലും അത് ഏറ്റവും നല്ല കാര്യമാണ്. ഈ നല്ല കാര്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ദോഷം വരാനാ? ഒരിക്കലും ദോഷം വരില്ല. അടുത്തതായിട്ട്, ശേഷം മെയ് മാസത്തിൽ കൃഷ്ണനാട്ടംകളി ഉണ്ടോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എന്നാണ് ആതിര രാഹുൽ ചോദിച്ചിരിക്കുന്നത്. അതിന് സൗമ്യ മറുപടി പറഞ്ഞിട്ടുണ്ട്. മെയ് മാസത്തിലുണ്ട്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ മാത്രമാണ് കൃഷ്ണനാട്ടംകളി ഇല്ലാത്തത്. ബാക്കി എല്ലാ മാസങ്ങളിലും കൃഷ്ണനാട്ടംകളി ഉണ്ട് കേട്ടോ. അടുത്തതായിട്ട്, ഷീബ രാജേഷ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. വീൽ ചെയർ അസിസ്റ്റൻസ് ടെമ്പിളിൽ ഉണ്ടോ? അതായത് ഗുരുവായൂർ അമ്പലത്തിൽ വീൽ ചെയറിന് സഹായിയായിട്ട് ആരെങ്കിലും ലഭിക്കുമോ, വീൽ ചെയർ ലഭിക്കുമോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. വീൽ ചെയറും സഹായിയും ഒക്കെ അവിടെ ലഭിക്കുന്നതാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ പോയിട്ട് അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡിനോട് പറഞ്ഞാൽ അവിടെ ഒരു പുസ്തകമുണ്ട്, അവിടെ നമ്മുടെ പേരും അഡ്രസ്സും എഴുതി വെക്കുക, വീൽ ചെയർ എടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. അതിൽ വീൽ ചെയറിന്റെ അസിസ്റ്റൻസ് വേണമെങ്കിൽ അവിടെ ആളുണ്ട്, ആ ആളോട് പറഞ്ഞാൽ മതി. അടുത്തതായിട്ട് ജിജി ചേച്ചിയാണ് ചോദിച്ചിരിക്കുന്നത്. സദാ ഏപ്രിൽ 3 വൈകിട്ട് ഗുരുവായൂർക്ക് വന്ന് രാത്രി 12 മണിക്ക് വരിയിൽ നിന്ന് ഏപ്രിൽ 4 നിർമ്മാല്യം തൊഴൽ 3:15 കഴിഞ്ഞു നാലമ്പലത്തിനകത്ത് കടന്ന് സോപാനം തൊഴാൻ പറ്റി.
നടക്കൽ തുളസിമാല, മഞ്ഞപ്പട്ട്, കദളിപ്പഴം ഒക്കെ വെക്കാൻ പറ്റി. അടിപ്രദക്ഷിണം ഒരു വട്ടം വെച്ചു, അതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഒരു വട്ടം വെക്കാനാണ് പറ്റിയത്, അതുകൊണ്ട് കുഴപ്പമുണ്ടോ? മറുപടി തരണേ. പിന്നെ കൃഷ്ണദേവിന്റെ അച്ഛനാണ് പ്രസാദം കൊടുത്തിരുന്നത്. ചോദിക്കണം എന്നുണ്ടായിരുന്നു, പേടി കൊണ്ടാണ് ചോദിക്കുന്നത്. കൃഷ്ണദേവിനോടും കൃഷ്ണദേവിന്റെ അച്ഛനോടും ഒക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ ആൾക്കാര്, നമ്മുടെ ക്ഷാരിമിത്രത്തിലുള്ളതല്ലേ എന്ന് ചോദിക്കുന്നുണ്ടെന്ന് അവർ വന്ന് പറയാറുണ്ട് കേട്ടോ. കൃഷ്ണദേവും ഇരിക്കാറുണ്ട് ഇടയ്ക്ക് തീർത്ഥം കൊടുക്കാനായിട്ട്. ഒരടിപ്രദക്ഷിണേ വെക്കാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എത്ര അടിപ്രദക്ഷിണം വെക്കണം എന്നുള്ളത് ഭക്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അതിനങ്ങനെ കണക്കൊന്നും ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം വരാം. വളരെ നല്ലൊരു ചോദ്യമുണ്ട്, അത് ഞാൻ ഷോർട്സ് ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. സർവ്വലോക വിനാശന, സർവ്വപാപ വിനാശന, സർവ്വദുഃഖ വിനാശന, സർവ്വസൗഖ്യ പ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.